പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മകളുടെയും സുഹൃതങ്ങളുടെയും ഒരു വിശുദ്ധകാലം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഒരു ഓണനാളുകൂടെ വരാണ്. ഇന്നത്തെ ഓണ ഓർമ്മയായിട്ട് നമ്മുടെ മുന്നിൽ കത്തോലിക്കാ തിരുസഭ നമുക്ക് തരുന്ന വിശുദ്ധ കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയാണ്. ഇന്ന് സെപ്റ്റംബർ മാസം 5-ാം തീയതി ഈ ലോകം മുഴുവൻ അമ്മേ എന്ന് വിളിച്ച് കരുണയുടെ മാലാഖ എന്നുള്ള അപദാനം ചാർത്തി ഇങ്ങനെ ആ ഒരു സ്നേഹം അനുഭവിച്ച് കടന്നുപോയ നിമിഷങ്ങളെ ഓർക്കണം. നമുക്ക് അടുത്തറിയാവുന്നൊരു വിശുദ്ധയാണ്. എന്തൊരു സ്നേഹമായിരുന്നു അമ്മയുടെ ഉള്ളിൽ. ആ ഒരു നോട്ടത്തിൽ കരകവിഞ്ഞൊഴുകിയിരുന്ന കരുണ നമ്മുടെ ഈ ഒരു കാലം അനുഭവിച്ചറിഞ്ഞതാണ്. ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു സ്ത്രീയോടുകൂടെ ജീവിക്കാൻ, ഇത്ര കരുണയുടെ ആഴം കണ്ട ഒരു വിശുദ്ധയോടുകൂടെ ജീവിതം പങ്കിടാൻ, കാലം പങ്കിടാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യർ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്നുള്ള കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ. അത് ജീവിതം കൊണ്ട് നിറവേറ്റിയ ഒരു മഹാവിശുദ്ധ. കാണാൻ ഭാഗ്യം ലഭിച്ചവരും, തൊടാൻ ഭാഗ്യം ലഭിച്ചവരും, കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരും ഒക്കെ ഉണ്ട്. അമ്മയെ കണ്ട് തൊട്ട് കേട്ട് കടന്നു നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന്. അമ്മ നമ്മളോട് പറയണ ഒറ്റ കാര്യമുള്ളൂ, ഈ വിശുദ്ധിയുടെ ജീവിതം ജീവിക്കാനായിട്ട്. അമ്മയുടെ അടുത്ത് മലയാളിയായിട്ടുള്ള ഒരു പുരോഹിതനെയും കൊണ്ട്, അച്ഛനെയും കൊണ്ട് മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾ പരിചയപ്പെടുത്താൻ ചെല്ലുന്നു. അമ്മയോട് പറയുന്നുണ്ട്, മദർ, ഹീ ഈസ് എ ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള. ഹീ ഈസ് എ ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള. ഇദ്ദേഹം കേരളത്തിൽ നിന്നുള്ള നല്ല ഒരു വൈദികനാണ്. മദറിനൊട്ടും സംശയിക്കേണ്ടി വരുന്നില്ല, ഒട്ടും സമയം കളയേണ്ടി വരുന്നില്ല. ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഉടനെ മദർ പറയുന്നുണ്ട്, ഡോണ്ട് കോൾ ഇറ്റ് ഗുഡ് ബട്ട് കോൾ ഇറ്റ് ഹോളി. നല്ലതെന്ന് പറയല്ലേ, വിശുദ്ധനായ വൈദികനെന്ന് പറ. നല്ല വൈദികനെന്ന് പറയല്ലേ, വിശുദ്ധനായ വൈദികനെന്ന് പറ. നമ്മുടെ ചിന്തയിൽ നിന്ന് പോലും അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഓർമ്മയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാശംസയാണിത്. വിശുദ്ധരായിട്ടുള്ള മനുഷ്യരായി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഈ കാലത്തിനിടയ്ക്ക് എന്നാണ് നമ്മൾ മറ്റൊരാൾക്ക് ആശംസ കൊടുത്തിട്ടുള്ളത്? വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ബോബിയച്ചനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. പണ്ടുള്ള ആളുകൾ ആദിമകാല ക്രൈസ്തവ സഭയിൽ തെസലോനിക്കയിലെ വിശുദ്ധര് കൊളോസോസിലുള്ള വിശുദ്ധർക്ക് കത്തെഴുതുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പരസ്പരം കത്തെഴുതിയിരുന്നത് പോലും. വിശുദ്ധരെന്ന് വിളിക്കാനായിട്ടുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ പല അശുദ്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും, കാരണം തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന മനുഷ്യർ. നമ്മൾ മറന്നുപോയതുകൊണ്ട് നമ്മളിപ്പോഴും കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാൻ പറ്റട്ടെ എന്നല്ലേ, നല്ല കൊച്ചുങ്ങളായിട്ട് വളരെ. ഇതാണ് നമ്മൾ വടിയെടുത്ത് പിടിച്ച് അവരെ നമ്മൾ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും നേർവഴി നടത്താൻ ശ്രമിക്കുന്നതുമൊക്കെ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നല്ല കൊച്ചുങ്ങളാവണം. ഡോണ്ട് കോൾ ഇറ്റ് ഗുഡ്, നല്ലതെന്ന് പറയല്ലേ, കോൾ ഇറ്റ് ഹോളി, വിശുദ്ധനെന്ന് പറ. നമ്മുടെ മക്കളൊക്കെ വിശുദ്ധരായിട്ടുള്ള മക്കളായി വളരാൻ, നമുക്കൊരു വിശുദ്ധനായിട്ടുള്ള അപ്പനുണ്ടാവാൻ, വിശുദ്ധയായിട്ടുള്ളൊരു അമ്മയുണ്ടാവാൻ, വിശുദ്ധമായിട്ടുള്ളൊരു കുടുംബം ഉണ്ടാവാൻ, വിശുദ്ധയായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടാവാൻ, വിശുദ്ധനായിട്ടുള്ളൊരു ചേട്ടനുണ്ടാവാൻ, അനിയനുണ്ടാവാൻ, വിശുദ്ധിയായിട്ടുള്ള ഒരു അനുജത്തി ഉണ്ടാവാൻ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ? എന്നാണ് നമ്മളിനി അങ്ങനെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ തലം ഇനി എന്നാണ് അങ്ങോട്ടൊന്ന് ഉയർത്തപ്പെടുക എന്നുള്ള വെല്ലുവിളിയുമായിട്ടാണ് ഈ വിശുദ്ധ നിൽക്കണേ. കുറേ കാലം ഇങ്ങനെ ജീവിച്ച് വെറുതെ കടന്നു പോകാനൊന്നും അല്ലല്ലോ കർത്താവ് നമുക്ക് ജീവിതം തന്നേക്കണേ. കഴിഞ്ഞ ദിവസം നവനാളിന് വന്ന ജോർജച്ചൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, രാവിലെ ഇച്ചിരി പുട്ടും പഴവും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രഭാതങ്ങൾ? അതിനുവേണ്ടി മാത്രമാണോ? പള്ളിയിൽ പോകാൻ പറഞ്ഞായിട്ട് അച്ഛൻ ഓർമ്മപ്പെടുത്തിയതാ, പുട്ടും പഴവും കൊടുക്കാനുണ്ട്, അതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റില്ല. വെറുതെ ഇത്തിരി പുട്ടും പഴവും കെട്ടിയാനുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണോ പ്രഭാതങ്ങൾ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മുടെ ലൈഫ് എത്രത്തോളം ഉയർത്തപ്പെടണമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. വിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് വിളി. ഈ വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്രയും
കാലുഷ്യം നിറഞ്ഞൊരു ജീവിതത്തിൽ ഒരു ലോകത്ത് ഇത്രയും മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് കച്ചകെട്ടിയിരിക്കുന്ന മനുഷ്യർ ഇത്രയും അധികമുള്ളൊരു ലോകത്ത്, മനുഷ്യരെ അവഗണിച്ച് കളയുന്നൊരു ലോകത്ത് ഇതുപോലൊരു ജീവിതം ജീവിക്കാൻ പറ്റുമെന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നിന്ന് കാണിച്ചു തന്ന, നമ്മളോടൊപ്പം ജീവിച്ച് കാണിച്ചു തന്ന ഒരു വിശുദ്ധയുടെ തിരുനാളാണ്. കർത്താവെ, സാധാരണ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കുറേയും കൂടെയൊക്കെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരായി ജീവിച്ചവരായിട്ടായിരുന്നു ക്രിസ്ത്യാനികൾ എല്ലാ കാലങ്ങളിലും അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത്. ദേ ആർ സംതിങ് ഡിഫറെൻറ്റ്. മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസമുണ്ടല്ലോ, ഇത് കാണുന്നവർക്ക് തോന്നുമായിരുന്നു. നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നോക്കിയാൽ ഈ ഒരു വ്യത്യാസം കാണുന്നില്ല. എല്ലാവരും നല്ലവരാവാൻ നോക്കിക്കൊണ്ടിരിക്കുക. വിശുദ്ധരാവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും വിളിയുമാണ് നമുക്ക് നമുക്കുള്ളതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വിശുദ്ധയിലൂടെ നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. ഡോണ്ട് കോൾ ഇറ്റ് ഗുഡ്. വെറുതെ നല്ല മനുഷ്യരായി നല്ല ജീവിതം ജീവിച്ച് തീർക്കാനല്ല, നേരെ മറിച്ച് വിശുദ്ധരായിട്ടുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി എന്ന തിരിച്ചറിവിനായി ഈ വിശുദ്ധയെ തന്ന കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, കർത്താവെ, വിശുദ്ധ മദർ തെരേസയെ അങ്ങയോട് ചേർത്ത് നിർത്തിയ, വിശുദ്ധിയിൽ അനുദിനം വളരാൻ അനുഗ്രഹിച്ച അതേ ചൈതന്യം ഞങ്ങൾക്കും നൽകണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ ആശീർവാദം പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മനുഷ്യരാവും, ഒരു സംശയമില്ല. പക്ഷേ വിശുദ്ധരാവണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നേ പറ്റുള്ളൂ, അവൻ്റെ അടുത്ത് ചെന്നേ പറ്റുള്ളൂ. അതിനുവേണ്ടി മറ്റെല്ലാ ഉത്തരവാദിത്വങ്ങൾക്കും മീതെ അവനോട് ചേർന്ന് നിൽക്കാനുള്ള സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.